നമുക്ക് തുടങ്ങാം. Now we are discussing about rounding off. അല്ലെ rounding off എല്ലാവർക്കും മനസ്സിലായില്ലേ? കുഴപ്പമൊന്നുമില്ലല്ലോ. അപ്പോ ഈ റൗണ്ടിങ് അപ്പും റൗണ്ടിങ് ഡൗണും മിസ് ജസ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടി മാത്രം പറഞ്ഞതാണേ. നിങ്ങൾക്ക് അതൊന്നും നോക്കണ്ട, റൗണ്ടിങ് ഓഫ് മാത്രമേ നോക്കാനുള്ളൂ. റൗണ്ടിങ് ഓഫ് വെച്ചിട്ട് എസ്റ്റിമേറ്റ് ചെയ്യാനുള്ള പ്രോബ്ലംസ് ആണ് നിങ്ങൾക്ക് ചെയ്യാനുള്ളത്. ഓക്കെ, അപ്പൊ നമുക്കിതില് കുറച്ച് സോൾവ്ഡ് എക്സാമ്പിൾസ് ഉണ്ട്, അതൊന്ന് നോക്കിയാലോ? എഴുതേണ്ട ആവശ്യമില്ലല്ലോ, അത് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നാ പോരെ. എസ്റ്റിമേഷന്റെ മാത്രം നമുക്ക് പ്രോബ്ലം ചെയ്യാം. പേജ് നമ്പർ 18 in your text, page number 18 18. അതിൽ എക്സാമ്പിൾ 21 കണ്ടോ? Round off each of the following numbers to the nearest 10. നിയറസ്റ്റ് 10ലേക്ക് തന്നിരിക്കുന്ന രണ്ട് നമ്പറിനെ റൗണ്ട് ഓഫ് ചെയ്യണം. ഫസ്റ്റ് നമ്പർ 64. നോട്ടിൽ എഴുതേണ്ട കാര്യമില്ലല്ലോ, ഓക്കെ. ഫസ്റ്റ് വൺ 64. 64നെ നിയറസ്റ്റ് 10ലേക്ക് റൗണ്ട് ഓഫ് ചെയ്യുന്ന സമയത്ത് വൺസിന്റെ പ്ലേസിൽ 4 വരുന്നത് അല്ലേ? 4 വരുമ്പോ നമ്മൾ എന്ത് ചെയ്യണം? തൊട്ട് താഴെയുള്ള നമ്പറിലേക്ക് റൗണ്ട് ഓഫ് ചെയ്യണം, റൗണ്ട് ഡൗൺ ചെയ്യും. So 64 is rounded off to 60. 64ന് അടുത്ത് കിടക്കുന്ന ടെൻസ് എന്ന് പറയുന്നത് 60 അല്ലേ? അപ്പൊ നമ്മൾ 64നെ 60ലേക്ക് റൗണ്ട് ഓഫ് ചെയ്തു. റൗണ്ട് ഡൗണും റൗണ്ട് അപ്പും നിങ്ങൾ നോക്കുക വേണ്ട, ജസ്റ്റ് മനസ്സിലാവാൻ വേണ്ടി മാത്രം പറഞ്ഞതാണ്. റൗണ്ട് ഓഫ് എന്നുള്ള വേർഡ് മാത്രം യൂസ് ചെയ്താൽ മതി, കാരണം എസ്റ്റിമേഷനിൽ അത് മാത്രമേ വരുന്നുള്ളൂ. നിങ്ങൾക്ക് ഈ റൗണ്ട് ഓഫ് എസ്റ്റിമേഷൻ ഒരു ബേസിക് ഐഡിയ കിട്ടാൻ വേണ്ടി പറഞ്ഞത് തന്നെയാണ്. എസ്റ്റിമേറ്റിംഗ് ആണ് നിങ്ങൾക്ക് ശരിക്കും പഠിക്കാനുള്ളത്. റൗണ്ടിങ് നിങ്ങൾ കഴിഞ്ഞ ചെറിയ ക്ലാസ്സിൽ പഠിച്ചതുകൊണ്ടാണ് ഇതിൽ അത്രയും ഡീറ്റെയിൽ ആയിട്ട് കൊടുക്കാതിരുന്നത്. പഠിക്കാത്തവർക്ക് വേണ്ടിയിട്ട് ഇന്നലെ അത്രയും എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞതാണ് കേട്ടോ. അപ്പൊ 64നെ ജസ്റ്റ് as പേജ് നമ്പർ 18 സോൾവ്ഡ് എക്സാമ്പിൾസ് ആണ് നോക്കുന്നത് റൗണ്ടിങ് ഓഫിന്റെ. അപ്പോ 64നെ നമ്മള് 60ലേക്ക് റൗണ്ട് ഓഫ് ചെയ്തു. ഇനി 986ല് വൺസിന്റെ പ്ലേസിൽ 6 ആ വരുന്നത് അല്ലേ? 6 വരുമ്പോ നമ്മള് അതിനേക്കാളും ഗ്രേറ്റർ നമ്പറിലേക്ക് റൗണ്ട് ഓഫ് ചെയ്യും. സോ 986 is round off to 990. 986 കഴിഞ്ഞിട്ട് വരുന്ന ടെൻസ് എന്ന് പറയുന്നത് 990 ആണ്. സോ ഇറ്റ് ഈസ് റൗണ്ട് ഓഫ് ടു 990. അതിനിടയിൽ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തിരിക്കുന്ന കണ്ടോ? The ones digit in 64 is 4, which is less than 5. So the ones digit is replaced by 0 to get the rounded off number 60. അത് കണ്ടിട്ട് പേടിക്കൊന്നും വേണ്ട, നമ്മൾ ഇന്നലെ ചെയ്ത അതേ കാര്യം തന്നെയാണ് അവിടെ എക്സ്പ്ലെയിൻ ചെയ്തത്. അതായത് 1 2 3 4 എന്ന് പറയുന്ന ഡിജിറ്റ്സ് വരുന്നുണ്ടെങ്കിൽ നമ്മൾ തൊട്ട് താഴെയുള്ള ടെൻസിലേക്കും ഹൺഡ്രഡ്സിലേക്കും റൗണ്ട് ഓഫ് ചെയ്യും. ഇനി 5 6 7 8 9 എന്നുള്ള ഡിജിറ്റ്സ് ആണെങ്കിൽ തൊട്ട് മുകളിലുള്ള അതിനേക്കാളും വലിയ നമ്പറിലേക്ക് നമ്മൾ റൗണ്ട് ഓഫ് ചെയ്യും. അപ്പൊ രണ്ടാമത്തെ നോക്കിയത് വൺസ് ഡിജിറ്റ് in 986 is 6, which is greater than 5. So the ones digit is replaced by 0 and tens digit is increased by 1 to get the rounded off number 990. ആ നമ്പർ കണ്ടുപിടിക്കുന്ന മെത്തേഡാണ് അവിടെ പറഞ്ഞത്. അത് പറയണൊന്നുകൂടി, മനസ്സിലായോ? അതിന്റെ ആൻസർ പറഞ്ഞത് മനസ്സിലായോ? മനസ്സിലായവരൊന്ന് കൈവന്ന് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യന്റെ ആൻസർ മനസ്സിലായവര്? ഓക്കെ,
ഹലീമക്ക് മനസ്സിലായില്ലേ? ഹെവന് മനസ്സിലായോ? ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ നോ. ജുവാന ഓക്കെ, നിജാദ് ഓക്കെ. അഫ്രാസ് വീഡിയോ ഓൺ ചെയ്തേ. ഓക്കെ, ശ്രീവിഷ്ണുവിന് മനസ്സിലായി. ഒന്നുകൂടി പറഞ്ഞുതരാം. നമ്മൾ എന്താ ഇന്നലെ പറഞ്ഞേ? 1, 2, 3, 4 എന്നീ നമ്പേഴ്സ് ആണെങ്കിൽ എന്ത് ചെയ്യണം? റൗണ്ട് ഡൗൺ ചെയ്യണം അല്ലേ? അതിന് പകരം 5, 6, 7, 8, 9 എന്നീ നമ്പേഴ്സ് ആണെങ്കിൽ, എന്നീ ഡിജിറ്റ്സ് ആണെങ്കിൽ റൗണ്ട് അപ്പ് ചെയ്യണം. റൗണ്ട് ഡൗൺ ചെയ്യാന്ന് പറഞ്ഞാല് തൊട്ട് മുമ്പിലുള്ള നമ്പർ, തൊട്ട് മുമ്പിലുള്ള സ്മോളർ നമ്പറിലേക്കാണ് നമ്മൾ എന്ത് ചെയ്യുന്നേ? റൗണ്ട് ചെയ്യുന്നത്. റൗണ്ട് അപ്പ് ചെയ്യാന്ന് പറഞ്ഞാല് അതിനേക്കാളും വലിയ നമ്പറിലേക്കാണ് നമ്മൾ റൗണ്ട് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ കൊടുത്തിരിക്കുന്ന എക്സാമ്പിളിൽ കൊടുത്തിരിക്കുന്ന ഒരു നമ്പർ 64. 64നെ നിയറസ്റ്റ് 10ലേക്ക് നമ്മൾ റൗണ്ട് ഓഫ് ചെയ്യുന്നു. നിയറസ്റ്റ് 10ലേക്ക് നമ്മൾ റൗണ്ട് ഓഫ് ചെയ്യുന്നു. ഇവിടെ നിങ്ങൾ റൗണ്ട് ഡൗണും റൗണ്ട് അപ്പും നോക്കേണ്ട ആവശ്യമില്ല. റൗണ്ട് ഓഫ് മാത്രം നോക്കിയാൽ മതി. റൗണ്ട് ഓഫ് അതായത് റൗണ്ട് ഡൗൺ എന്ന് പറഞ്ഞാൽ സ്മോളർ നമ്പറിലേക്ക് നമ്മൾ റൗണ്ട് ഓഫ് ചെയ്യുന്നു. റൗണ്ട് അപ്പ് എന്ന് പറഞ്ഞാൽ ഗ്രേറ്റർ നമ്പറിലേക്ക് റൗണ്ട് ഓഫ് ചെയ്യുന്നു. അത് ഈ റൗണ്ടിങ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുമ്പോഴാണ് ഈ റൗണ്ട് ഡൗണും റൗണ്ട് അപ്പ് നമ്മൾ യൂസ് ചെയ്യുന്നത്. എസ്റ്റിമേഷനിൽ നമ്മൾ ജസ്റ്റ് റൗണ്ട് ഓഫ് എന്ന് മാത്രമേ പറയുന്നുള്ളൂ. ഓക്കെ, അപ്പൊ നമ്മൾ നിയറസ്റ്റ് 10ലേക്ക് റൗണ്ട് ഓഫ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യണം? നിയറസ്റ്റ് 10ലേക്ക് ചെയ്യുമ്പോൾ നമ്മൾ വൺസിന്റെ പ്ലേസിലുള്ള ഡിജിറ്റ്സ് ഏതാന്ന് നോക്കുക. വൺസിന്റെ പ്ലേസിൽ ഇവിടെ 4 അല്ലേ ഉള്ളത്. 4 വരുമ്പോ നമ്മൾ എന്ത് ചെയ്യണം? സ്മോളർ നമ്പറിലേക്ക് നമ്മൾ റൗണ്ട് ഡൗൺ ചെയ്യും. 64ന് മുന്നേ വരുന്ന ടെൻസ് ഏതാ? 10ന്റെ മൾട്ടിപ്പിൾ ഏതാ? ടെൻസ്, ഹൺഡ്രഡ്സ്, തൗസൻഡ്സ് എന്ന് പറഞ്ഞാല് 10ന്റെയും 100ന്റെയും 1000ന്റെയും മൾട്ടിപ്പിൾസിനെയാണ് നമ്മൾ ടെൻസ് എന്ന് പറയുന്നത്. ഹൺഡ്രഡ്സ്, തൗസൻഡ്സ് പറയുന്നത്. നിയറസ്റ്റ് 10 എന്ന് പറഞ്ഞാല് ഏറ്റവും അടുത്ത് കിടക്കുന്ന 10ന്റെ മൾട്ടിപ്പിൾ. 64ന്റെ അടുത്ത് രണ്ട് 10ന്റെ മൾട്ടിപ്പിൾ ഉണ്ട്. 60 ഉണ്ട്, 70 ഉണ്ട്. ഇതിൽ ഏതെങ്കിലും ഒരു നമ്പറിലേക്ക് നമുക്ക് റൗണ്ട് ഓഫ് ചെയ്യേണ്ടത് 64നെ. അത് ഇത് ഈ രണ്ട് നമ്പറിൽ ഏതാണെന്ന് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? ഇതിന്റെ വൺസിന്റെ പ്ലേസിലുള്ള ഡിജിറ്റ് നോക്കി. ഹിയർ ഇറ്റ് ഈസ് 4. When 4 comes at the place of ones, we round down to the smaller 10. 64നെക്കാളും ചെറിയ 10ന്റെ മൾട്ടിപ്പിളിലേക്ക് നമ്മൾ റൗണ്ട് ഓഫ് ചെയ്യും. റൗണ്ട് ഓഫ് ടു 64ന് തൊട്ട് മുന്നേ വരുന്ന 10ന്റെ മൾട്ടിപ്പിൾ ഏതാ? 60. So it is round off to 60. മനസ്സിലായോ? ഇനി നെക്സ്റ്റ് നമ്പർ 986 ഏതിലേക്കാ ചെയ്യണ്ടേ? ടു ദി നിയറസ്റ്റ് 10. നിയറസ്റ്റ് 10ലേക്ക് നമുക്ക് റൗണ്ട് ഓഫ് ചെയ്യണം. നിയറസ്റ്റ് 10ലേക്ക് റൗണ്ട് ഓഫ് ചെയ്യണം.
നിയറസ്റ്റ് 10ലേക്ക് റൗണ്ട് ഓഫ് ചെയ്യണമെങ്കിൽ നമ്മൾ ഏതിന്റെ പ്ലേസിലുള്ള ഡിജിറ്റ് നോക്കണ്ടേ? ഡിജിറ്റ് അറ്റ് ദി വൺസ് പ്ലേസ്. വണ്ണിന്റെ പ്ലേസിലുള്ള ഡിജിറ്റ് ഏതാ? ഇവിടെ 6 അല്ലേ വരുന്നത്. 986ല് 6 ആണ് വൺസിന്റെ പ്ലേസിൽ വരുന്നത്. When 6 comes at the place of ones, look here, we round up to the greater number. Ones-ന്റെ പ്ലേസിൽ 6 വന്നാല് നമ്മൾ എന്ത് ചെയ്യും? അതിനേക്കാളും വലിയ നമ്പറിലേക്ക് നമ്മൾ റൗണ്ട് ഓഫ് ചെയ്യും. 986 എന്ന് പറയുമ്പോ അതിന് തൊട്ടടുത്ത് വരുന്ന 10ന്റെ മൾട്ടിപ്പിൾസ് ഏതൊക്കെയാ? 980യും 990യും അല്ലെ? 10ന്റെ മൾട്ടിപ്പിൾസ് എന്ന് വെച്ചാല് 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താ കിട്ടുന്നത്. 986ന്റെ തൊട്ടടുത്ത് വരുന്ന രണ്ട് മൾട്ടിപ്പിൾസ് ഉണ്ട് 10ന്റെ, 980യും 990യും. അപ്പൊ ഈ രണ്ട് നമ്പറിലേക്ക് നമുക്ക് ഏതിലേക്കാണോ റൗണ്ട് ഓഫ് ചെയ്യേണ്ടത് എന്ന് കണ്ടുപിടിക്കണമെങ്കിൽ ഫസ്റ്റ് നമ്മൾ വൺസിന്റെ പ്ലേസിലുള്ള ഡിജിറ്റ് നോക്കി. 6 ആണ് ഇവിടെ. 6 വരുന്നുണ്ടെങ്കിൽ അതിനേക്കാളും വലിയ നമ്പറിലേക്ക് നമ്മൾ റൗണ്ട് ഓഫ് ചെയ്യും. അപ്പൊ ഇവിടെ ഏതിലേക്ക് റൗണ്ട് ഓഫ് ചെയ്യേണ്ടത്? 980 ആണോ 990 ആണോ? ഈ 986നെക്കാളും വലിയ നമ്പർ എന്ന് പറയുന്നത് 990 അല്ലേ? സോ വി റൗണ്ട് ഓഫ് ടു 990. മനസ്സിലായോ? എവന് മനസ്സിലായോ മോനെ? മിസ്സേ, അപ്പൊ മിസ് ഹോംവർക്ക് തമ്മിൽ രണ്ട് സൈഡിലോട്ട് മാറ്റാനില്ലായിരുന്നു, 100ഉം 10ഉം. അപ്പൊ അതില് 83. അപ്പൊ അതെങ്ങനെ ചെയ്യും? ഇന്നത്തെ ഹോംവർക്കിന്റെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ച മോനെ ഹെവനെ. Round of 583 to the nearest 10 and to the nearest 100. അല്ലേ? അതായിരുന്നല്ലേ ക്വസ്റ്റ്യൻ? ഹോംവർക്കിന്റെ ക്വസ്റ്റ്യൻ അതായിരുന്നു. Okay, we will discuss it. Round of 583 to the nearest 10 and nearest 100. നിയറസ്റ്റ് 10ലേക്കും നിയറസ്റ്റ് 100ലേക്കും റൗണ്ട് ഓഫ് ചെയ്യാനായിരുന്നു ഇന്നലെ ഹോംവർക്കിന്റെ ക്വസ്റ്റ്യൻ തന്നെ. 583നെ നിയറസ്റ്റ് 10ലേക്കും നിയറസ്റ്റ് 100ലേക്കും നമുക്ക് റൗണ്ട് ഓഫ് ചെയ്യണം. റൗണ്ട് ഓഫ് ചെയ്യണമെങ്കിൽ നിയറസ്റ്റ് 10ലേക്ക് നമുക്ക് റൗണ്ട് ഓഫ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്താ നോക്കണ്ടേ? വൺസിന്റെ പ്ലേസിലുള്ള ഡിജിറ്റ് അല്ലെ? വൺസിന്റെ പ്ലേസിൽ 10ലേക്ക് റൗണ്ട് ഓഫ് ചെയ്യണമെങ്കിൽ 10ന്റെ തൊട്ട് റൈറ്റിൽ വരുന്ന ഡിജിറ്റ് വൺസിന്റെ ആയിരിക്കും. അപ്പൊ വൺസിന്റെ പ്ലേസിലുള്ള ഡിജിറ്റ് നോക്കിയിട്ട് വേണം നിയറസ്റ്റ് 10ലേക്ക് റൗണ്ട് ഓഫ് ചെയ്യാൻ. അപ്പൊ ഇവിടെ വൺസിന്റെ പ്ലേസിൽ ഏതാ ഡിജിറ്റ് വരുന്നേ? 3 അല്ലേ? 3 വരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും? തൊട്ട് മുന്നേ ഉള്ള, അതായത് അതിനേക്കാളും സ്മോളർ നമ്പറിലേക്ക് നമ്മൾ റൗണ്ട് ഓഫ് ചെയ്യും. സ്മോളർ നമ്പറിലേക്ക് റൗണ്ട് ഓഫ് 2. ഏതിലേക്കാണ് നമ്മൾ റൗണ്ട് ഓഫ് ചെയ്യുന്നത്? 583 എന്ന് പറയുന്ന നമ്പറിന്റെ അടുത്ത് കിടക്കുന്ന 10ന്റെ മൾട്ടിപ്പിൾസ് ഏതൊക്കെയാ? 580യും 590യും. അതായത് 580 കഴിഞ്ഞിട്ട് 583, അത് കഴിഞ്ഞിട്ട് വരുന്ന 10ന്റെ മൾട്ടിപ്പിൾ 590
അല്ലെ? ഈ 583 എന്ന് പറയുന്ന നമ്പർ ഈ 580യുടെയും 590യുടെയും ഇടയിലായിട്ടല്ലേ വരുന്നേ. അപ്പൊ നമുക്ക് നിയറസ്റ്റ് 10 എന്ന് വെച്ചാൽ ഈ രണ്ട് നമ്പേഴ്സ് അല്ലേ വരുവാ, അല്ലേ? അപ്പൊ നമുക്ക് നിയറസ്റ്റ് 10ലേക്ക് റൗണ്ട് ഓഫ് ചെയ്യുന്ന സമയത്ത് ഒന്നുകിൽ 580ലേക്ക് ചെയ്യണം, അല്ലെങ്കിൽ 590ലേക്ക് ചെയ്യണം. അങ്ങനെ ചെയ്യുമ്പോൾ ഇവിടെ വൺസിന്റെ പ്ലേസിൽ ഏതാ ഡിജിറ്റ് വരുന്നത് നോക്കാം. 3 അല്ലേ വരുന്നേ. 3 വന്നാൽ നമ്മൾ എന്ത് ചെയ്യും? 5ന് താഴെയുള്ള നമ്പേഴ്സ് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അതിനേക്കാളും ചെറിയ നമ്പറിലേക്ക് റൗണ്ട് ഓഫ് ചെയ്യും. അപ്പൊ ഇതില് 583നേക്കാളും ചെറിയ നമ്പർ എന്ന് വെച്ചാൽ 580. So here 583 is round off to 580. 580ലേക്ക് റൗണ്ട് ഓഫ് ചെയ്തു. ഇനി നിയറസ്റ്റ് 100. നിയറസ്റ്റ് 100ലേക്ക് നമ്മൾ റൗണ്ട് ഓഫ് ചെയ്യുമ്പോ എന്താ നോക്കണ്ടേ? നിയറസ്റ്റ് 100ലേക്ക് റൗണ്ട് ഓഫ് ചെയ്യണമെങ്കിൽ ടെൻസിന്റെ പ്ലേസിലുള്ള ഡിജിറ്റ് നോക്കണം. അപ്പൊ നിയറസ്റ്റ് 100 എന്ന് വെച്ചാൽ 100ന്റെ മൾട്ടിപ്പിൾസ്, ഈ 583ന്റെ അടുത്ത് വരുന്ന 100ന്റെ മൾട്ടിപ്പിൾസ് അതേതൊക്കെയാ? 500ഉം 500 കഴിഞ്ഞിട്ട് 583 കഴിഞ്ഞിട്ട് വരുന്നത് 600. 583ന്റെ അടുത്ത് വരുന്ന രണ്ട് 100ന്റെ മൾട്ടിപ്പിൾസ് ഒന്ന് 500ഉം 600ഉം ആണ്, അല്ലെ? ആ രണ്ട് നമ്പേഴ്സിന്റെ ഇടയിലല്ലേ ഇത് വരുന്ന 583. അപ്പൊ നമുക്ക് ഈ ഏതെങ്കിലും ഒരു നമ്പറിലേക്കാണ് നമുക്ക് ഈ 583നെ റൗണ്ട് ഓഫ് ചെയ്യേണ്ടത്. ആ റൗണ്ട് ഓഫ് ചെയ്യേണ്ടത് ഏത് നമ്പറിലേക്കാണെന്ന് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? നിയറസ്റ്റ് 100ലേക്ക് റൗണ്ട് ഓഫ് ചെയ്യുമ്പോ 100ന്റെ തൊട്ടടുത്ത് വരുന്ന പ്ലേസ് ഏതാന്ന് നോക്കുക. ടെൻസിന്റെ പ്ലേസ് അല്ലേ വരുന്നേ. ടെൻസിന്റെ പ്ലേസിൽ 8 ആ വരുന്നത്, അല്ലെ? ടെൻസിന്റെ പ്ലേസിൽ 8 വരുമ്പോ നമ്മൾ എന്ത് ചെയ്യണം? അതിനേക്കാളും വലിയ നമ്പറിലേക്ക് നമ്മൾ റൗണ്ട് ഓഫ് ചെയ്യും, അല്ലെ? അതിനേക്കാളും വലിയ നമ്പറിൽ ഞാൻ ഇന്നലെ നോട്ട് തന്നില്ലേ ഇങ്ങനെ റൗണ്ട് ഓഫ് ചെയ്യുന്നതിന്, ഏതൊക്കെ നമ്പർ വരുമ്പോ എങ്ങോട്ടേക്കാ റൗണ്ട് ഓഫ് ചെയ്യുന്നതെന്ന് ഞങ്ങൾ ഇന്നലെ നോട്ട് തന്നില്ലേ. അത് കറക്റ്റ് നോക്കിയാൽ നിങ്ങൾക്ക് ഇത് മനസ്സിലാവും. ടെൻസിന്റെ പ്ലേസിൽ 8 വരുന്ന സമയത്ത് നമ്മള് ഗ്രേറ്റർ നമ്പറിലേക്ക് റൗണ്ട് ഓഫ് ചെയ്യുന്നു. അപ്പൊ ഇവിടെ ഗ്രേറ്റർ നമ്പർ ഏതാ? 600. So 583 is round off to 600. Clear ആയോ? Heaven, what about you? എല്ലാവർക്കും ക്ലിയർ ആയോ ഇന്നത്തെ ഹോംവർക്കിന്റെ ക്വസ്റ്റ്യൻ? റൗണ്ട് ഓഫ് മനസ്സിലായില്ലേ? ഓക്കെ. അപ്പോ ഇന്ന് പറഞ്ഞ ഈ രണ്ട് എക്സാമ്പിളും മനസ്സിലായോ? റൗണ്ട് ഓഫ് ടു ദി നിയറസ്റ്റ് 10. അടുത്ത ക്വസ്റ്റ്യൻ ഒന്ന് നോക്കിയേ. റൗണ്ട് ഓഫ് ഈച്ച് ഓഫ് ദി ഫോളോയിങ് നമ്പേഴ്സ് ടു ദി നിയറസ്റ്റ് 100. രണ്ട് നമ്പേഴ്സ് തന്നിട്ടുണ്ട്, അതിനെ നിയറസ്റ്റ് 100ലേക്ക് നമുക്ക് റൗണ്ട് ഓഫ് ചെയ്യണം. ഫസ്റ്റ് നമ്പർ ഏതാ? 423. 423ന്റെ അടുത്ത് വരുന്ന രണ്ട് ഹൺഡ്രഡ്സിന്റെ മൾട്ടിപ്പിൾസ് ഏതൊക്കെയാ? 400 and 500, അല്ലെ? 400ന്റെ 500ന്റെ ഇടയിലാണ് 423 എന്ന് പറയുന്ന നമ്പർ വരുന്നത്. അപ്പൊ നമുക്ക് ഈ റൗണ്ട് ഓഫ് ചെയ്യുന്ന സമയത്ത് ഒന്നുകിൽ 400ലേക്ക് റൗണ്ട് ഓഫ് ചെയ്യണം, അല്ലെങ്കിൽ 500ലേക്ക് റൗണ്ട് ഓഫ് ചെയ്യണം. അത് ചെയ്യുമ്പോൾ നമുക്ക് തോന്നിയ പോലെ ചെയ്യാൻ പറ്റില്ല. എങ്ങനെയാ ചെയ്യാന്ന് വെച്ചാല് 100ലേക്ക് റൗണ്ട് ഓഫ് ചെയ്യുമ്പോൾ ടെൻസിന്റെ പ്ലേസിൽ ഏത് ഡിജിറ്റ് വരുന്നു നോക്കുക. ഇവിടെ ടെൻസിന്റെ പ്ലേസിൽ ഏതാ ഡിജിറ്റ്? 2 അല്ലേ? 423ല് 2 ആണ് ടെൻസിന്റെ പ്ലേസിൽ വരുന്നത്. എല്ലാവരും ഇന്നലെ എഴുതിയ നോട്ട് ഒന്ന് എടുത്ത് മുന്നിൽ വെച്ചോ. ഇന്നലെ റൗണ്ടിങ് ഓഫിന്റെ നോട്ട് എഴുതിയില്ലേ? അതെടുത്തൊന്ന് തുറന്നു വെച്ചോ. ഓക്കെ, അതിനകത്ത്
1 2 3 4 എന്നീ ഡിജിറ്റ്സ് വരുന്നുണ്ടെങ്കിൽ, ഏത് പ്ലേസിൽ ആ ഡിജിറ്റ് വരുന്നുണ്ടെങ്കിലും നമ്മൾ എന്ത് ചെയ്യുന്നു പറഞ്ഞു? റൗണ്ട് ഡൗൺ ചെയ്തു. റൗണ്ട് ഡൗൺ ചെയ്യാന്ന് പറഞ്ഞാല് അതിനേക്കാളും ചെറിയ നമ്പറിലേക്ക്, സ്മോളർ നമ്പറിലേക്ക് നമ്മൾ റൗണ്ട് ഓഫ് ചെയ്യും. അപ്പൊ 423 ടെൻസിന്റെ പ്ലേസിൽ 2 ആ വരുന്നത് അല്ലെ? അപ്പൊ നമ്മൾ സ്മോളർ നമ്പറിലേക്ക് റൗണ്ട് ഓഫ് ചെയ്യും. ഇവിടെ സ്മോളർ നമ്പർ എന്ന് പറയുന്നത് 400 അല്ലെ? 423ന്റെ അടുത്ത് കിടക്കുന്ന 100ന്റെ മൾട്ടിപ്പിൾ 400 അല്ലെ? So 423 is round off to 400. ഇന്നലെ റൗണ്ട് ഡൗണും റൗണ്ട് അപ്പും പറഞ്ഞതുകൊണ്ട് ചെറിയ കൺഫ്യൂഷൻ ഉണ്ടാവും. അത് നിങ്ങൾ വിട്ടേക്ക്, അത് മൈൻഡ് ചെയ്യേ വേണ്ട. നിങ്ങൾ റൗണ്ട് ഓഫ് എന്ന് മാത്രം പറഞ്ഞാൽ മതി. കാരണം എസ്റ്റിമേഷനിൽ റൗണ്ട് ഓഫ് മാത്രമേ വരുന്നുള്ളൂ. നിങ്ങൾക്ക് എസ്റ്റിമേഷൻ ആണ് മെയിൻ ഹെഡിങ്, അതിൽ റൗണ്ട് ഓഫ് മാത്രമേ വരുന്നുള്ളൂ. റൗണ്ട് ഓഫ് എന്ന് മാത്രം പറഞ്ഞാൽ മതി. റൗണ്ട് ഡൗണും റൗണ്ട് അപ്പും അതിന്റെ റൗണ്ടിങ്ങിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. റൗണ്ട് ഓഫിനെ നമ്മൾ ഡിവൈഡ് ചെയ്ത് പറയുന്നതാണ് റൗണ്ട് ഓഫും റൗണ്ട് ഡൗണും റൗണ്ട് അപ്പും. അത് നോക്കുകയേ വേണ്ട, അത് നിങ്ങൾ അങ്ങ് വിട്ടേക്ക്. റൗണ്ട് ഓഫ് എന്ന് മാത്രം പറഞ്ഞാൽ മതി. അപ്പൊ 423നെ നമ്മൾ എന്ത് ചെയ്തു? 400ലേക്ക് റൗണ്ട് ചെയ്തു. റൗണ്ട് ഓഫ് ടു 400. നെക്സ്റ്റ് നമ്പർ ഏതാ? 3482. 3482 എന്ന് പറഞ്ഞാല് അതിന്റെ അടുത്ത് കിടക്കുന്ന രണ്ട് ഹൺഡ്രഡ്സിന്റെ മൾട്ടിപ്പിൾസ് ഏതൊക്കെയാ? ആരോ ഒന്ന് പറഞ്ഞു തരണേ. ഈ 3482ന്റെ നിയറസ്റ്റ് ആയിട്ടുള്ള രണ്ട് ഹൺഡ്രഡ്സിന്റെ മൾട്ടിപ്പിൾസ് ഏതൊക്കെ? 100ന്റെ മൾട്ടിപ്പിൾസിന്റെ ഇടയിലാണ് ഈ നമ്പർ വരുന്നത്? ആരാ പറഞ്ഞു തരണേ? Justice is ready. Aromal, turn on your video. Heaven is also ready. Okay, I'm going to ask Afras. Can you answer me? 3482ന് അടുത്ത് വരുന്ന രണ്ട് ഹൺഡ്രഡ്സിന്റെ മൾട്ടിപ്പിൾസ് ഏതൊക്കെയാ? ക്വസ്റ്റ്യൻ മനസ്സിലായില്ലേ? ഈ 3482 എന്ന് പറയുന്ന നമ്പർ, അതിനടുത്ത് കിടക്കുന്ന രണ്ട് ഹൺഡ്രഡിന്റെ മൾട്ടിപ്പിൾസ് ഉണ്ട്. അതേതൊക്കെയാ? പറയാൻ പറ്റുമോ? ഇറ്റ്സ് ഓക്കെ. ജോയലിന് പറയാൻ പറ്റുമോ മോനെ? ഏതൊക്കെയാ ഹൺഡ്രഡിന്റെ മൾട്ടിപ്പിൾസ് അതിനടുത്ത് വരുന്നേ? ഓക്കെ, എന്നാ ഹെവൻ പറഞ്ഞു. ഹെവൻ അല്ലേ നേരത്തെ ഡൗട്ട് ഉണ്ടായിരുന്നെ? ഹെവൻ പറഞ്ഞു. 3500. ആ, 3500 ഒന്ന്. രണ്ടെണ്ണം വരില്ലേ? അതിനടുത്ത് കിടക്കുന്ന രണ്ട് ഹൺഡ്രഡിന്റെ മൾട്ടിപ്പിൾസ് ഉണ്ട്. 3400. ആ, 3400 3500. ഓക്കെ. അപ്പൊ ജസ്റ്റിസിന് എന്താ പറയാനുള്ളത്? അത് തന്നെയാണോ? 3400 3500 അല്ലേ? ഓക്കെ. അപ്പൊ ആ രണ്ട് നമ്പറിന്റെയും ഇടയിലാണ് നമുക്ക് ഈ നമ്പർ കിടക്കുന്നത് 3482. അപ്പൊ നമ്മൾ റൗണ്ട് ഓഫ് ചെയ്യേണ്ട ഈ ഏത് നമ്പറിലേക്കാണ് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? ടെൻസിന്റെ പ്ലേസിലുള്ള ഡിജിറ്റ് നോക്കുക. ടെൻസിന്റെ പ്ലേസിൽ ഏതാ ഡിജിറ്റ് വരുന്നത്? ഇവിടെ 8. ഓക്കെ. 8 വരുമ്പോ നിങ്ങൾ ആ നോട്ടിൽ ഒന്ന് നോക്കിയേ. 8 വരുമ്പോ നമ്മൾ എന്താ ചെയ്യുന്നത്? റൗണ്ട് അപ്പ് അല്ലേ ചെയ്യുന്നത്? റൗണ്ട് അപ്പ് ചെയ്യാന്ന് വെച്ചാല് ഗ്രേറ്റർ നമ്പറിലേക്ക് നമ്മൾ റൗണ്ട് ചെയ്യും.
ഇവിടെ ഗ്രേറ്റർ നമ്പർ ഏതാ? 3400 ആണോ 3500 ആണോ? 3500 അല്ലേ? വലിയ നമ്പർ 3500 അല്ലേ? അപ്പൊ നമ്മള് 3482 റൗണ്ട് ഓഫ് ടു 3500. 100ന്റെ മൾട്ടിപ്പിൾസ് എന്ന് വെച്ചാൽ എന്താ? 100ന്റെ മൾട്ടിപ്പിൾസ് 10ന്റെ മൾട്ടിപ്പിൾസ് എന്താ? എല്ലാ നമ്പറിനെയും നമ്മൾ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടുന്ന നമ്പേഴ്സിനാണ് 10ന്റെ മൾട്ടിപ്പിൾസ് എന്ന് പറയുന്നത്. ഇപ്പൊ 10 1നെ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 10, 2നെ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 20, പിന്നെ 30, 40, 50, 60, 70, 80, 90, പിന്നെ 10നെ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 100, 11നെ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 110, 12നെ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 120, അങ്ങനെ പോവും. അതായത് 10ന്റെ മൾട്ടിപ്പിൾസിൽ വൺസിന്റെ പ്ലേസിൽ മാത്രം ഒരു 0 വരും. ബട്ട് 100ന്റെ മൾട്ടിപ്പിൾസ് ആണെങ്കിൽ വൺസിന്റെ പ്ലേസിലും 10ന്റെ പ്ലേസിലും 0 വരും. അതായത് അവസാനം 2 0 വരും. അതാണ് 100ന്റെ മൾട്ടിപ്പിൾസ്. ഇനി 1000ന്റെ മൾട്ടിപ്പിൾസ് ആണെങ്കിലോ ലാസ്റ്റ് 3 ഡിജിറ്റ് 0 ആയിരിക്കും. വൺസിന്റെ പ്ലേസിലും ടെൻസിന്റെ പ്ലേസിലും 100ന്റെ പ്ലേസിലും 0 ആയിരിക്കും. That numbers are called multiples of 1000. Okay? അപ്പോ ഈ മൾട്ടിപ്പിൾസ് കണ്ടുപിടിക്കാൻ വലിയ വിഷമം ഉണ്ടാവില്ല, കാരണം 0ന്റെ എണ്ണം നോക്കിയാൽ മതി. ഇത് രണ്ടെണ്ണം മനസ്സിലായോ? ഈ രണ്ട് എക്സാമ്പിളും പറഞ്ഞത് മനസ്സിലായോ? ഇന്ന് ഡിസ്കസ് ചെയ്തത് മനസ്സിലായില്ലേ? ക്ലിയർ ആയില്ലേ? നിങ്ങളൊരു കാര്യം ചെയ്യോ, ആ എക്സസൈസ് 1D ഇല്ലേ അതേ പേജില് എക്സസൈസ് 1D കണ്ടോ? അതിൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ കണ്ടോ? റൗണ്ട് ഓഫ് ദി ഫോളോയിങ് നമ്പേഴ്സ് ടു ദി നിയറസ്റ്റ് 10. സെക്കൻഡ് ക്വസ്റ്റ്യൻ റൗണ്ട് ഓഫ് ദ ഫോളോയിങ് നമ്പേഴ്സ് ടു ദി നിയറസ്റ്റ് 100. രണ്ട് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതിൽ കുറെ നമ്പേഴ്സും കൊടുത്തിട്ടുണ്ട്. ആ നമ്പേഴ്സ് ടെക്സ്റ്റിൽ തന്നെ അത് നമ്മൾ ഏതിലേക്കാണ് റൗണ്ട് ചെയ്തത് അതിന് തൊട്ടടുത്ത് എഴുതി വെക്കാം. എന്നിട്ട് അതിന്റെ ഫോട്ടോ എടുത്ത് മിസ്സിന് അയച്ചു തരാം. നോട്ടിൽ എഴുതണ്ട, ടെക്സ്റ്റിൽ തന്നെ അതിന്റെ അടുത്ത് തന്നെ എഴുതിയാൽ മതി. ഇപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇല്ലേ, റൗണ്ട് ഓഫ് ദി ഫോളോയിങ് നമ്പേഴ്സ് ടു ദി നിയറസ്റ്റ് 10 എന്ന് പറഞ്ഞാൽ അതിന്റെ അടുത്ത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ 18 നമ്മൾ ഏതിലേക്ക് റൗണ്ട് ഓഫ് ചെയ്യും? 20ലേക്കല്ലേ റൗണ്ട് ഓഫ് ചെയ്യുന്നത്. 18ന്റെ അടുത്ത് കിടക്കുന്ന 10 20. അപ്പൊ 18ന്റെ അടുത്ത് 20 എന്ന് എഴുതാം. പിന്നെ രണ്ടാമത്തെ 62നെ നമ്മൾ 60ലേക്ക് റൗണ്ട് ഓഫ് ചെയ്യും. അപ്പൊ 62ന്റെ അടുത്ത് 60 എന്ന് എഴുതാം. അങ്ങനെ നമ്മൾ ഏതിലേക്കാണോ റൗണ്ട് ഓഫ് ചെയ്യുന്നതെന്ന് ആ നമ്പർ മാത്രം ഇതിനടുത്ത് എഴുതിയിട്ട് അതിന്റെ ഫോട്ടോ എടുത്തൊന്ന് അയച്ചു തരുമോ? അതാണ് ഇന്നത്തെ ഹോംവർക്ക്. നോട്ടിൽ എഴുതണ്ട, ടെക്സ്റ്റിൽ തന്നെ ചെയ്താൽ മതി. അപ്പൊ എക്സസൈസ് 1Dയിൽ ആദ്യത്തെ രണ്ട് ക്വസ്റ്റ്യൻ റൗണ്ട് ഓഫ് ദി ഫോളോയിങ് നമ്പേഴ്സ് ടു ദി നിയറസ്റ്റ് 10 നിയറസ്റ്റ് 100. 16 എണ്ണം വീതം ഉണ്ടാവും. അത് 16 എണ്ണത്തിന്റെയും അടുത്ത് തന്നെ അതിന്റെ ഏതിലേക്കാണോ റൗണ്ട് ഓഫ് ചെയ്യേണ്ടത് എന്ന് ആ നമ്പർ ഒന്ന് എഴുതി വെക്കാം. ഓക്കെ, ഹോംവർക്ക് ക്ലിയർ ആയില്ലേ? കൂടുതലായിട്ട് ഒന്നും എഴുതണ്ട, നിങ്ങൾ ഏത് നമ്പറിലേക്കാണോ റൗണ്ട് ഓഫ് ചെയ്യുന്നതെന്ന് ആ നമ്പർ മാത്രം അവിടെ എഴുതി വെച്ചാൽ മതി. ഓക്കെ, എന്താ ശ്രീവിഷ്ണു? ഇത് മുഴുവൻ എഴുതണം. നോട്ടിൽ എഴുതണ്ട, ടെക്സ്റ്റ് തന്നെ എഴുതിയാ മതി. അതെ, ഇവിടെ തന്നെ ഇവിടെ തന്നെ എഴുതിയാ മതി. ആ നമ്പർ മാത്രം എഴുതിയാ മതി. നിയറസ്റ്റ് 10ഉം നിയറസ്റ്റ് 100ഉം കണ്ടില്ലേ? ആദ്രക്ക് എന്താ പറയാണ്ടല്ലോ? എന്താ ഇടണ്ടേ? എന്റെയിലോ ഗ്രൂപ്പിലോ എങ്ങനെങ്കിലും ആയിട്ടോ എനിക്ക് അയച്ചു തന്നാ മതി. ഇന്ന് തന്നെ ചെയ്യണേ. ഇന്നത്തെ ഹോംവർക്കും എല്ലാം മിസ് ഇന്നോ നാളെയായിട്ട് നോക്കും.
അപ്പൊ വലിയ പണിയൊന്നും ഉണ്ടാവില്ല, നിങ്ങൾക്ക് അധികമൊന്നും എഴുതണ്ട, നമ്പേഴ്സ് മാത്രം ഇതിൽ തന്നെ എഴുതാ, നോട്ടിലൊന്നും എഴുതണ്ട, ടെക്സ്റ്റ് തന്നെ എഴുതിയാൽ മതി. ഓക്കെ, നമുക്ക് ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. അടുത്ത ക്ലാസ്സിൽ നമുക്ക് സം ആൻഡ് ഡിഫറൻസ് എസ്റ്റിമേറ്റ് എങ്ങനെ ചെയ്യുന്നതെന്ന് പഠിക്കാം കേട്ടോ. അടുത്ത ടോപ്പിക് എടുക്കാം. ഓക്കെ, ബൈ.